Hi guys, welcome back. 2-1 3-0 പറഞ്ഞു 3-1 അജാരനെ പോയിട്ട് തലക്കിടിച്ച് അപ്പോൾ അസിസ്റ്റന്റ് റഫറിയുടെ ഓ മാൻ ജയിച്ചാ മന്തി വാങ്ങി തരുമോ? ആര്? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ അടുത്തൊരു മാച്ച് ഡേ വന്നെത്തിയിരിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ ദിവസം മാച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം വീണ്ടും ഒരു ഹോം മാച്ചാണ്. നമ്മളിന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടാൻ പോവാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ 2 കളി വിജയിച്ചു. പഞ്ചാബിനെതിരെ 9 പേരെ വെച്ച് പൊരുതി കളിച്ചുകൊണ്ടൊരു ജയിച്ചു. കഴിഞ്ഞ മാച്ച് ഹോമിൽ വെച്ച് ഒഡീഷയെ നമ്മൾ ഒരു ഗോളിന് ഡൗൺ ആയി നിന്നിട്ട് നമ്മൾ 3-2 സ്കോറിൽ ഒരു കംബാക്ക് നടത്തി വിജയിച്ചു. സോ ടീം 2 കളിയായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരു പ്ലേ ഓഫിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ടീമിന്റെ ഒരു കളി. സോ ഈ ഒരു കളിയിൽ നോർത്ത് ഈസ്റ്റിനെ കൂടി പരാജയപ്പെടുത്താൻ നമ്മുടെ ടീമിനായാൽ ഉറപ്പായും പ്ലേ ഓഫ് സാധ്യത മുന്നിൽ തെളിയും. സോ എന്തായാലും ഈ ഒരു മാച്ച് ജയിക്കാനാവട്ടെ. നോർത്ത് ഈസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ജയിക്കാനായില്ല, ഡ്രോ ആയിരുന്നു. സോ ആ ഒരു സങ്കടം ഇന്ന് നോർത്ത് ഈസ്റ്റ് നമ്മുടെ നെഞ്ചത്ത് തീർക്കുമെന്നുള്ളതാണ് ഏക പേടി. പക്ഷെ നമ്മുടെ ടീം ഇപ്പോൾ നല്ല സ്ട്രോങ് ആണ്, നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട് പ്ലേയേഴ്സിനൊക്കെ. കാരണം കഴിഞ്ഞ 2 മാച്ചിലെ വിജയം അതിന് ഉദാഹരണമായിരുന്നു. അപ്പോൾ ആ 2 മാച്ചിലെ വിജയവും നമ്മുടെ പ്ലേയേഴ്സിന് നല്ല കോൺഫിഡൻസും നല്ല ബൂസ്റ്റാണ് നൽകുന്നത്. എനിവേ നമുക്ക് ടീം ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ പോവാം. നിലവിൽ പോയിന്റ് ടേബിളിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് 5ാം സ്ഥാനത്താണ് 24 പോയിന്റോടുകൂടി. ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്ത് 20 പോയിന്റോട്. സോ ഇരു ടീമിനും പ്ലേ ഓഫിലേക്കുള്ള അകലം കുറയ്ക്കാൻ ഈ ഒരു 3 പോയിന്റ് സഹായിക്കും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീസസ് തിരിച്ചു വന്ന് ആദ്യ മാച്ചിൽ തന്നെ ഗോൾ നേടി. നോഹയും പെപ്രയും ലൂണയും ഒക്കെ നല്ല ഫോമിലാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ യങ്സ്റ്റേഴ്സായ കോറോസിങ്ങിന്റെ ഒക്കെ പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. സോ ഒരു പ്രതീക്ഷ തന്നെയാണ്. നമ്മുടെ ടീം കുറച്ച് മോശം ഘട്ടത്തിലൂടെ പോയെങ്കിലും കഴിഞ്ഞ 2 മാച്ച് ജയിച്ചുകൊണ്ട് ടീമിന് ഇനിയും പലതും പ്രൂവ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഇനിയും മാച്ചുകൾ ജയിക്കാനാവും. ഇപ്പോഴും ഒരു പ്ലേ ഓഫ് പ്രതീക്ഷ ഒന്നും അസ്തമിച്ചിട്ടില്ല എന്നൊരു രീതിയിലാണ് പ്ലേയേഴ്സിന്റെ ബോഡി ലാംഗ്വേജും പെർഫോമൻസും മാറിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് 3 പോയിന്റ് കിട്ടും തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ മഞ്ഞപ്പട സ്റ്റാൻഡിലെത്തി. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള മാച്ച് ഏകദേശം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ സ്റ്റാൻഡിലെത്തിയത്. അയ്യോ 2-1 നമ്മളല്ലേ സ്കോർ കിട്ടി 3-0 പറഞ്ഞു 3-1 എല്ലാരും 3 പിടിച്ചുള്ള കളിയാണല്ലോ ഈശ്വര. എല്ലാരും 3 പിടിച്ചുള്ള കളിയാണല്ലോ ഈശ്വര. എല്ലാരും പറയുന്നത് സന്ദീപിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആക്ച്വലി ഉണ്ട്, ഇന്ന് നല്ല പോസിറ്റീവ് കളിയാണ് കളിക്കുന്നത്. സന്ദീപ് മാത്രമല്ല, ഒട്ടുമിക്ക പ്ലേയേഴ്സ് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ് ഗെയിമിനോട്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എയ്ബിന് റെഡ് കാർഡാണോ യെല്ലോ കാർഡാണോ ക്ലിയർ ആയില്ല. റെഡ് കാർഡാണ് തോന്നുന്നത്. റെഡാ ഇവിടെ എന്താ സംഭവിച്ചേ? അജാരനെ പോയിട്ട് തലക്കിടിച്ച് അസിസ്റ്റന്റ് റഫറിയുടെ ഓ മാൻ അസിസ്റ്റന്റ് റഫറി മെയിൻ റഫറി കണ്ടിട്ടുണ്ടായില്ല. അസിസ്റ്റന്റ് റഫറിയുടെ ചോദിച്ചിട്ട് റെഡ് കാർഡ് ഓ ഡയറക്റ്റ് റെഡില്ലേ? അങ്ങനെ എയ്ബും പോയി. ആകപ്പാടെ 3 കളി 2 റെക്കോർഡ് കഴിഞ്ഞു. റീവോക്ക് ചെയ്യുന്നല്ല, ഇനി 10 ആളെ വെച്ച് കളിക്കണ്ടേ? ഓ ഗൈസ് ഡാർക്ക്. അങ്ങനെ എന്താണെന്നറിയില്ല, എയ്ബിന് റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ലൈൻ റഫറി
റഫറിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് റെഡ് കാർഡ് ഇൻസിഡന്റ് ആണെന്നുള്ളത്. സോ പഞ്ചാബിനോട് പോലെ തന്നെ പഞ്ചാബിനോട് നമുക്ക് 2 റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മാച്ച് ഇപ്പോൾ ഐബിന് വീണ്ടും റെഡ് കാർഡ് കിട്ടി. നമ്മൾ 10 പേരായി ചുരുങ്ങി. കളി 30 മിനിറ്റ് ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 10 ആളെ വെച്ച് വേണം പൊരുതാൻ. നോർത്ത് ഈസ്റ്റ് പോലുള്ള ഒരു ടീമിനോട് 10 ആളെ വെച്ച് എത്രത്തോളം പൊരുതി നിൽക്കാനാവും, ഗോൾ അടിക്കാനാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. റഫറിങ് എന്താ പറയുക, വൺ സൈഡ് പോലെയാണ് കറക്റ്റ് റഫറിങ്. കാരണം എയ്ബിന് റെഡ് കൊടുത്തു. ഇവിടെ ഒരു എന്താ പറയുക, ലാസ്റ്റ് മാൻ ഡിഫൻസ് ആയിരുന്നു. നോഹ അത്രയും ട്രിപ്പിൾ ചെയ്ത് ബോക്സിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്തെ ലാസ്റ്റ് മാൻ ഡിഫൻഡറാണ് പോയിട്ട് ഫൗൾ ചെയ്ത്. സോ എന്തായാലും റെഡ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ റഫറി യെല്ലോ ആണ് കൊടുത്തത്. എടാ നമ്മള് റെഡ് കാർഡ് കിട്ടി 10 ആളായി. ഇനി പ്രതീക്ഷ ഉണ്ടോ? അടിക്കുകയാണെങ്കിൽ ആരടിക്കും? അതിലാരെങ്കിലും അടിക്കില്ലേ? 10 ആളെ വെച്ച് 75 മിനിറ്റ് കഴിയുമ്പോ ജീസസ് അടി. സോ ഗൈസ്, അങ്ങനെ ഹാഫ് ടൈം ആയി. എന്താ പറയുക, പല നാടകീയ രംഗങ്ങളും ഉണ്ടായിരുന്നു. എയ്ബിന് റെഡ് കിട്ടി. നോഹയുടെ ഒരു അടിപൊളി ട്രിപ്പിളിംഗ് ഉണ്ടായിരുന്നു. ട്രിപ്പിളിങ്ങിന്റെ ലാസ്റ്റ് മാൻ ഡിഫൻഡർ പോയിട്ട് ടാക്കിൾ ചെയ്തു. അത് റഫറി യെല്ലോ മാത്രമേ കൊടുത്തുള്ളൂ. കാര്യം അത് കണ്ടപ്പോൾ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റഫറി യെല്ലോ മാത്രമേ കൊടുത്തുള്ളൂ. പ്ലേയേഴ്സ് നല്ല പോസിറ്റീവ് ആയിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ റെഡ് കാർഡ് എല്ലാം നശിപ്പിച്ചു. എന്താ പറയുക, ആ റെഡ് കാർഡോട് കൂടി ആ ടീം 10 ആളായി ചുരുങ്ങിയപ്പോഴുള്ളൊരു പ്രശ്നം ടീമിൽ വന്നിട്ടുണ്ട്. എനിവേ എന്താ പറയുക, ഒരു പോസിറ്റീവ് കളിയാണ്. പക്ഷേ സ്റ്റിൽ ഒരു 10 ആള് ആയി കളിക്കുമ്പോൾ നമുക്ക് ഒരു വിജയം കിട്ടുമോ എന്നുള്ളത് ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഡ്രോ ആണെങ്കിൽ പോലും എന്താ പറയുക, ഒന്ന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം റെഡ് കാർഡാണ്. ടീം 10 ആളായി ചുരുങ്ങി. പക്ഷേ സ്റ്റിൽ നമുക്ക് ജയിക്കാനാവും. 10 ആളെ വെച്ചും ജയിക്കാനാവും. കാരണം പ്ലേയേഴ്സ് ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പം സെക്കൻഡ് ഹാഫിൽ എന്താവും നോക്കാം. ജയിച്ചാ മന്തി വാങ്ങി തരുമോ? ആര്? തനീഷേട്ടാ, നിങ്ങൾ ജയിച്ചാ ചക്കന് മന്തി വാങ്ങി കൊടുക്കും പറഞ്ഞോ? എടാ ഇല്ലടാ, ഇല്ല. എഴുപത് മിനിറ്റ് ആയി. ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ്. സ്റ്റിൽ ഗോൾ 0-0 ആണ്. ഗൈസ്, അങ്ങനെ ഫുൾ ടൈം ആയി. സ്കോർ 0-0. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ റെഡ് കാർഡ് കിട്ടിയോണ്ട് 10 ആളായി കളിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മോശം എന്ന് പറയാനില്ല. കാരണം ടീം ഫൈറ്റ് ചെയ്തു. സ്കോർ 0-0 പിടിച്ചു. സോ ഒരു എന്താ പറയുക, നമ്മൾ 3 പോയിന്റ് നഷ്ടമായി. പക്ഷേ സ്റ്റിൽ 0-0 എന്നുള്ള ഡ്രോയിൽ പിടിച്ചതിൽ സന്തോഷമുണ്ട്.